ഹലോ എവരി വൺ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ പ്യുവർ ബെൻഡിങ് എന്നുള്ള ടോപ്പിക്കും ഡിഫ്ലക്ഷൻ ഓഫ് ബീം എന്നുള്ള ടോപ്പിക്കുകളാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്കുകളാണിത്. ഇവിടുന്ന് സ്ഥിരമായിട്ട് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണാറുണ്ട്. അതുകൊണ്ട് ഈ ടോപ്പിക്കുകളിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്യുവർ ബെൻഡിങ്. എന്താണ് പ്യുവർ ബെൻഡിങ്? അതായത് ഒരു ബീം ബെൻഡ് ചെയ്യുന്നത് രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് കപ്പിൾസ് കൊണ്ട് മാത്രമാണ്. നമുക്ക് അതിനെന്ത് പറയാം? പ്യുവർ ബെൻഡിങ് എന്ന് പറയാം. രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് കപ്പിൾസിന്റെ എഫക്റ്റ് കൊണ്ട് മാത്രമാണ് ബെൻഡിങ് നടക്കുന്നതെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം? പ്യുവർ ബെൻഡിങ് എന്ന് പറയാം. ഇവിടെ ഈ ഫിഗർ ശ്രദ്ധിക്കുക. ഈ ബീം ബെൻഡ് ചെയ്യുന്നത് രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് കപ്പിൾസ് കൊണ്ടാണ്. അപ്പോൾ ഇതിനെ നമുക്ക് പ്യുവർ ബെൻഡിങ് എന്ന് പറയാം. ഇവിടെ ആക്ട് ചെയ്യുന്നത് എന്താണ്? രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് കപ്പിൾസ്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? ആ ബീമിൽ ഉണ്ടാകുന്ന ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ പ്യുവർ ബെൻഡിങ്ങിന്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? എ ബീം ഈസ് സെഡ് ടു ബി അണ്ടർ പ്യുവർ ബെൻഡിങ് ഇഫ് ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് കപ്പിൾസ് ആക്ടിങ് ഇൻ ദ സെയിം ലോഞ്ചിറ്റ്യൂഡിനൽ പ്ലെയിൻ സച്ച് ദാറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബെൻഡിങ് മൊമെന്റ് ഈസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ഇറ്റ്സ് ലെങ്ത്. അതായത് രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് കപ്പിൾസ് കാരണമാണ് ബെൻഡിങ് മൊമെന്റ് ഉണ്ടാകുന്നത്. ആ ബെൻഡിങ് മൊമെന്റ് ത്രൂ ഔട്ട് ദ ബീം ലെങ്ത്തിൽ കോൺസ്റ്റന്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം? പ്യുവർ ബെൻഡിങ് എന്ന് പറയാം. അതായത് നമുക്കറിയാം സ്ലോപ്പ് ഓഫ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറയുന്നത് ഷിയർ ഫോഴ്സ് ആണ്. dm/dx ഈസ് ഈക്വൽ ടു ഷിയർ ഫോഴ്സ്. ഇവിടെ ബെൻഡിങ് മൊമെന്റ് കോൺസ്റ്റന്റ് ആണ്. അതായത് ചേഞ്ചിങ് ബെൻഡിങ് മൊമെന്റ് dm എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അപ്പോൾ ഷിയർ ഫോഴ്സ് 0 ആയിരിക്കും. എന്ന് വെച്ചാൽ എന്താണ്? പ്യുവർ ബെൻഡിങ്ങിൽ ബെൻഡിങ് മൊമെന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഷിയർ ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി ബെൻഡിങ്ങിൽ ബെൻഡിങ് മൊമെന്റും ഷിയർ ഫോഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം? നോൺ യൂണിഫോം ബെൻഡിങ് എന്ന് പറയാം. ഇപ്പോൾ ഇവിടെ രണ്ട് എക്സാമ്പിൾ നോക്കാം. പ്യുവർ ബെൻഡിങ്ങും നോൺ യൂണിഫോം ബെൻഡിങ്ങും. പ്യുവർ ബെൻഡിങ്ങിൽ എന്താണ്? രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് കപ്പിൾസ് കാരണമാണ് ബെൻഡിങ് ഉണ്ടാകുന്നത്. അവിടെ എന്താണ്? ബെൻഡിങ് മൊമെന്റ് കോൺസ്റ്റന്റ് ആണ്. ബെൻഡിങ് മൊമെന്റ് മാത്രമേ ഉള്ളൂ. ഷിയർ ഫോഴ്സ് 0 ആണ്. ഇനി നോൺ യൂണിഫോം ബെൻഡിങ്ങിൽ നോക്കാം. ഇവിടെ എന്താണ്? ഇവിടെ ഷിയർ ഫോഴ്സും കൂടി പ്രസന്റ് ആണ്. ഇനി ഈ നോൺ യൂണിഫോം ബെൻഡിങ്ങിൽ ഈ പെർട്ടിക്കുലർ കേസിൽ ഈ സെൻട്രൽ പോർഷൻ നോക്കുക. ഇവിടെ എന്താണ്? ഷിയർ ഫോഴ്സ് 0 ആണ്. കാരണം എന്താ? ഇവിടെ ഒരു റിയാക്ഷൻ ഫോഴ്സും ഇവിടെയുള്ള റിയാക്ഷൻ ഫോഴ്സും കാരണം ഇവിടെ ഒരു രണ്ട് കപ്പിൾ ഫോം ചെയ്യും. ഈ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് കപ്പിൾസ് കാരണം ഉണ്ടാക്കുന്ന ബെൻഡിങ് മൊമെന്റ് മാത്രമേ ഈ ഒരു സെൻട്രൽ പോർഷനിൽ ഉണ്ടാവുള്ളൂ. ആ ഒരു ബെൻഡിങ് മൊമെന്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അവിടെ എന്താണത്? പ്യുവർ ബെൻഡിങ് ആണ്. ഇവിടെ ഈ ഒരു സെൻട്രൽ പോർഷനിൽ ഈ ഒരു കേസിൽ എന്താണ്? പ്യുവർ ബെൻഡിങ്ങിലാണ്. പക്ഷേ ഈ എൻഡ് റീജിയനിൽ എന്താണ്? ബെൻഡിങ് മൊമെന്റ് കോൺസ്റ്റന്റ് അല്ല, അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അവിടെ എന്തുണ്ടാവും? ഷിയർ ഫോഴ്സും കൂടി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എൻഡിൽ നോൺ യൂണിഫോം ബെൻഡിങ്ങും ഈ സെൻട്രൽ പോർഷനിൽ എന്താണ്? പ്യുവർ ബെൻഡിങ്ങുമാണ്. അപ്പോൾ പ്യുവർ ബെൻഡിങ്ങിന്റെ കേസിൽ നമ്മൾ ഓർക്കേണ്ട കാര്യം ഷിയർ ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. ബെൻഡിങ് മൊമെന്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. ബെൻഡിങ് മൊമെന്റ് കൊണ്ടാണ് എന്തുണ്ടാകുന്നത്? ബെൻഡിങ് സ്ട്രെസ് ഉണ്ടാകുന്നത്. ഇനി നോൺ യൂണിഫോം ബെൻഡിങ്ങിന്റെ കേസിലാണെങ്കിലോ ഷിയർ ഫോഴ്സ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഷിയർ ഫോഴ്സ് അവിടെ ഉണ്ടാവും. അവിടെ ഷിയർ സ്ട്രെസ്സും ഉണ്ടാവും, നോർമൽ സ്ട്രെസ്സും ഉണ്ടാവും. അടുത്തത് നമ്മൾ പറയുന്നത് പ്യുവർ ബെൻഡിങ്ങിലെ ഇമ്പോർട്ടൻറ്റ് അസംഷൻസ് ആണ്. പ്യുവർ ബെൻഡിങ്ങിൽ കുറച്ച് അസംഷൻസ് ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിൽ ഫസ്റ്റ് വൺ, ദ മെറ്റീരിയൽ ഓഫ് ബീം ഈസ് പെർഫെക്റ്റ്ലി ഹോമോജീനിയസ് ആൻഡ് ഐസോട്രോപിക്. ബീം മെറ്റീരിയൽ ഹോമോജീനിയസും ആണ് ഐസോട്രോപിക്കും ആണ്. എന്താ ഹോമോജീനിയസ് എന്ന് വെച്ചാൽ നമുക്കറിയാം മെറ്റീരിയലിൻ്റെ കോമ്പോസിഷൻ ത്രൂ ഔട്ട് സെയിം ആണ്. അതായത് ബീമിൻ്റെ കോമ്പോസിഷൻ എന്തായിരിക്കും? ത്രൂ ഔട്ട് ലെങ്ത്ത് സെയിം ആയിരിക്കും. ഇനി ഐസോട്രോപിക് എന്ന് വെച്ചാലോ നമുക്കറിയാം എല്ലാ ഡയറക്ഷനിലേക്കും ഒരേ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ആണെങ്കിൽ ആ ഒരു മെറ്റീരിയലിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐസോട്രോപിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. എല്ലാ ഡയറക്ഷനിലും ഈക്വൽ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ആയിരിക്കും. അടുത്ത അസംഷൻ, ദ ബീം മെറ്റീരിയൽ ഈസ് സ്ട്രെസ്ഡ് വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് ആൻഡ് ദസ് ഒബേസ് ഹൂക്സ് ലോ. അതായത് ബീം നമ്മൾ ലോഡ് ചെയ്യുന്നത് വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റിലാണ്. എന്ന് വെച്ചാൽ എന്താണ്? അവിടെ പെർമനന്റ് ഡീഫോർമേഷൻ നടക്കുന്നില്ല. അവിടെ എന്താണ്? ബീമിന് ബെൻഡിങ്ങിൽ നടക്കുന്നത് ടെമ്പററി ഡീഫോർമേഷൻ മാത്രമാണ്. അടുത്തത്
The transverse sections which are plain before bending remains plain after bending also. അതായത് ട്രാൻസ്വേഴ്സ് സെക്ഷൻ എന്ന് വെച്ചാൽ ബീമിൻ്റെ ഈ ക്രോസ് സെക്ഷൻ ബിഫോർ ബെൻഡിങ്ങിലും ആഫ്റ്റർ ബെൻഡിങ്ങിലും ആ ക്രോസ് സെക്ഷൻ സെയിം പ്ലെയിൻ തന്നെയായിട്ട് എക്സിസ്റ്റ് ചെയ്യും. എന്ന് വെച്ചാൽ എന്താണ്, അവിടെ ഷിയർ സ്ട്രെയിൻ ഉണ്ടാകുന്നില്ല, ഷിയർ സ്ട്രെസ് ഉണ്ടാകുന്നില്ല. ഇനി അടുത്തത് ബീം ഈസ് ഇനീഷ്യലി സ്ട്രെയിറ്റ് ആൻഡ് ഓൾ ലോഞ്ചിറ്റ്യൂഡിനൽ ഫിലമെന്റ്സ് ബെൻഡ് ഇൻ സർക്കുലർ. ബീം ഇനീഷ്യലി എന്തായിരിക്കും, സ്ട്രെയിറ്റ് ആയിരിക്കും. ഇങ്ങനെ ഈ കാണിച്ചിരിക്കുന്ന ലോഞ്ചിറ്റ്യൂഡിനൽ ഫിലമെന്റ്സ് നമ്മൾ ബീം ബെൻഡ് ചെയ്യുമ്പോൾ ഒരു ആർക്ക് ഓഫ് സർക്കിൾ ആയിട്ടാണ് ബെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതൊരു സർക്കുലർ ഷേപ്പിലാണ് ബെൻഡ് ചെയ്യുന്നത്. ഈ ബെൻഡിങ് കർവിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് ക്രോസ് സെക്ഷനെ കമ്പയർ ചെയ്യുമ്പോൾ വെരി ലാർജ് ആയിരിക്കും. അതാണ് അടുത്ത അസംഷൻ. റേഡിയസ് ഓഫ് കർവേച്ചർ ഇസ് ലാർജ് കമ്പയർഡ് വിത്ത് ഡയമെൻഷൻസ് ഓഫ് ക്രോസ് സെക്ഷൻ. ഇനി നെക്സ്റ്റ് അസംഷൻ, ഈച്ച് ലെയർ ഓഫ് ബീം ഈസ് ഫ്രീ ടു എക്സ്പാൻഡ് ഓർ കോൺട്രാക്ട് ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് ദ ലെയർ എബോവ് ഓർ ബിലോ ഇറ്റ്. അതായത് ഈ ബീമിലെ ഡിഫറെൻറ്റ് ലെയേഴ്സിൻ്റെ കോൺട്രാക്ഷനും എക്സ്പാൻഷനും എന്തായിരിക്കും, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതിൻ്റെ തൊട്ടടുത്തുള്ള നെയ്ബറിംഗ് ലെയേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യാതെ അതിന് കോൺട്രാക്ട് ചെയ്യാനും എക്സ്പാൻഡ് ചെയ്യാനും പറ്റുമെന്നാണ് അടുത്ത അസംഷൻ. ഇനി നെക്സ്റ്റ് വൺ, ദ വാല്യൂ ഓഫ് ഇ, അതായത് യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് സെയിം ഇൻ ടെൻഷൻ ആൻഡ് കംപ്രഷൻ. കംപ്രഷനിലും ടെൻഷനിലും അതിൻ്റെ യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്തായിരിക്കും, സെയിം തന്നെയായിരിക്കും എന്നാണ് നെക്സ്റ്റ് അസംഷൻ. ഇത്രയും ഇമ്പോർട്ടൻ്റ് അസംഷൻസ് ആണ് പ്യുവർ ബെൻഡിങ്ങിലുള്ളത്. നമ്മുടെ എക്സാമിന് ഈ അസംഷൻസിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഇല്ലെങ്കിലും നമ്മൾ ഈ അസംഷൻസ് മനസ്സിലാക്കിയിരിക്കണം. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ന്യൂട്രൽ സർഫസ് ആൻഡ് ന്യൂട്രൽ ആക്സിസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ന്യൂട്രൽ സർഫസ്, എന്താണ് ന്യൂട്രൽ ആക്സിസ്? നമുക്കറിയാം, ഇനീഷ്യലി അതായത് ബെൻഡിങ്ങിന് മുന്നേ ബീം എന്തായിരിക്കും, പെർഫെക്റ്റ്ലി സ്ട്രെയിറ്റ് ആയിരിക്കും. അതായത് ബീമിലെ എല്ലാ ലോഞ്ചിറ്റ്യൂഡിനൽ ഫൈബേഴ്സും പെർഫെക്റ്റ്ലി സ്ട്രെയിറ്റ് ആയിരിക്കും. ഇനി നമ്മളൊരു ബെൻഡിങ് മൊമെൻ്റ് അപ്ലൈ ചെയ്യുമ്പോൾ, ഇതുപോലെ ഒരു ബെൻഡിങ് മൊമെൻ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ബീം ബെൻഡ് ചെയ്യും. അങ്ങനെ ബെൻഡ് ചെയ്യുമ്പോൾ ബീമിൻ്റെ ടോപ്പ് പോർഷൻ എന്ത് ചെയ്യും, കോൺട്രാക്ട് ചെയ്യും, ബോട്ടം പോർഷൻ ഇലോങ്ങേറ്റ് ചെയ്യും. ബീമിൻ്റെ ടോപ്പിലെ ലെയേഴ്സ് കോൺട്രാക്ട് ചെയ്യും, ബോട്ടത്തിലെ ലെയേഴ്സ് എന്ത് ചെയ്യും, ഇലോങ്ങേറ്റ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീമിൻ്റെ ടോപ്പ് ലെയേഴ്സിൽ കംപ്രഷനും ബോട്ടം ലെയേഴ്സിൽ ടെൻഷനുമാണ് ഉണ്ടാവുക. അതായത് ഈ ബീമിൽ മാക്സിമം കംപ്രസീവ് സ്ട്രെസ് ഉണ്ടാവുക ഔട്ടർ മോസ്റ്റ് ലെയറിലും മാക്സിമം ടെൻസൈൽ സ്ട്രെസ് ഉണ്ടാവുക ബോട്ടം ലെയറിലുമാണ്. ഇനി ഈ ഫിഗറിൽ നോക്കുക, ഇവിടെ ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് വരുന്നതനുസരിച്ചിട്ട് കംപ്രസീവ് സ്ട്രെസ്സിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും. അതൊരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് 0 ആവും, അതിനുശേഷം അതെന്താവും, ടെൻസൈൽ സ്ട്രെസ് ആവും. അങ്ങനെയാണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ സ്ട്രെസ് ഉണ്ടാവില്ല, സ്ട്രെയിനും ഉണ്ടാവില്ല. ആ ഒരു പർട്ടിക്കുലർ പോയിന്റിനെയാണ് നമ്മൾ ന്യൂട്രൽ പോയിന്റ്സ് എന്ന് പറയുന്നത്. ഒരു ബി മെമ്പറിൽ ഈ ന്യൂട്രൽ പോയിന്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന പ്ലെയിനെയാണ് നമ്മൾ ന്യൂട്രൽ പ്ലെയിൻ അല്ലെങ്കിൽ ന്യൂട്രൽ സർഫസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ന്യൂട്രൽ സർഫസിലെ എല്ലാ പോയിന്റിലും ആക്ട് ചെയ്യുന്ന സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ വാല്യൂ എത്രയായിരിക്കും, 0 ആയിരിക്കും. അല്ലെങ്കിൽ ന്യൂട്രൽ സർഫസിൽ ആക്ട് ചെയ്യുന്ന നോർമൽ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ 0 ആയിരിക്കും. അതായത് ബീം ബെൻഡ് ചെയ്യുമ്പോൾ ന്യൂട്രൽ സർഫസിനുണ്ടാകുന്ന ഡീഫോർമേഷൻ 0 ആയിരിക്കും. അപ്പോൾ ന്യൂട്രൽ സർഫസിൻ്റെ ഡെഫിനേഷൻ എങ്ങനെ പറയാം, എ സർഫസ് വിത്തിൻ എ മെമ്പർ വിച്ച് ഈസ് നോട്ട് ഡീഫോംഡ് അണ്ടർ ബെൻഡിങ്. ഒരു ബീമിൽ ബെൻഡിങ്ങിൽ ഡീഫോർമേഷൻ സംഭവിക്കാത്ത സർഫസിനെ അല്ലെങ്കിൽ പ്ലെയിനെയാണ് നമ്മൾ ന്യൂട്രൽ സർഫസ് എന്ന് പറയുന്നത്. ഈ ഫിഗറിൽ ഈ ഷെയ്ഡഡ് ആയിട്ട് കാണിച്ചിരിക്കുന്നതാണ് ന്യൂട്രൽ സർഫസ്. ഈ ന്യൂട്രൽ സർഫസിന് ബെൻഡിങ്ങിൽ ഡീഫോർമേഷൻ ഉണ്ടാവില്ല. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് പോയിന്റ്, ന്യൂട്രൽ ആക്സിസ്. എന്താണ് ന്യൂട്രൽ ആക്സിസ് എന്ന് വെച്ചാൽ? ന്യൂട്രൽ ആക്സിസ് എന്ന് വെച്ചാൽ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ ബിറ്റ്വീൻ പ്ലെയിൻ ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് ന്യൂട്രൽ ലെയർ. ഒരു ബീമിൻ്റെ പ്ലെയിൻ ഓഫ് ക്രോസ് സെക്ഷൻ എന്താണ്? ഈ കാണിച്ചിരിക്കുന്ന ട്രാൻസ്വേഴ്സ് ക്രോസ് സെക്ഷനാണ് പ്ലെയിൻ ഓഫ് ക്രോസ് സെക്ഷൻ. ആ പ്ലെയിൻ ഓഫ് ക്രോസ് സെക്ഷനും ഈ ന്യൂട്രൽ സർഫസും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ലൈൻ ഓഫ് ഇൻ്റർസെക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ന്യൂട്രൽ ആക്സിസ്. അതായത് ഇവിടെ ഈ സെഡ് ആക്സിസ് ആണ് എന്ത്, ന്യൂട്രൽ ആക്സിസ്. പ്ലെയിൻ ഓഫ് ക്രോസ് സെക്ഷൻ അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് പ്ലെയിനും ന്യൂട്രൽ സർഫസും തമ്മിൽ ഇൻ്റർസെക്ട് ചെയ്യുന്ന ലൈൻ ഓഫ് ഇൻ്റർസെക്ഷനെയാണ് നമ്മൾ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത്. ന്യൂട്രൽ ആക്സിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെഫിനേഷൻ തന്നെ ക്വസ്റ്റ്യനിൽ ചോദിക്കാറുണ്ട്. ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ ബിറ്റ്വീൻ പ്ലെയിൻ ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് ന്യൂട്രൽ ലെയർ. ഇനി ന്യൂട്രൽ ആക്സിസിൻ്റെ കേസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട വേറൊരു പോയിന്റാണ്, ന്യൂട്രൽ ആക്സിസ് പാസസ് ത്രൂ ദ ജോമെട്രിക് സെൻട്രോയിഡ് ഓഫ് ദ സെക്ഷൻ. ക്രോസ് സെക്ഷൻ പ്ലെയിനിൻ്റെ അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് പ്ലെയിനിൻ്റെ ജോമെട്രിക്കൽ സെൻട്രോയിഡിലൂടെയാണ് എന്ത് പാസ് ചെയ്യുക, ന്യൂട്രൽ ആക്സിസ് പാസ് ചെയ്യുക. ന്യൂട്രൽ ആക്സിസ് പാസസ് ത്രൂ ദ ജോമെട്രിക് സെൻട്രോയിഡ് ഓഫ് ദ സെക്ഷൻ. അപ്പോൾ ഇവിടെ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ, ന്യൂട്രൽ സർഫസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സർഫസ് വിത്തിൻ എ മെമ്പർ വിച്ച് ഈസ്
നോട്ട് ഡീഫോംഡ് അണ്ടർ ബെൻഡിങ്. ന്യൂട്രൽ സർഫസിലെ സ്ട്രെസ്സിൻ്റെ വാല്യൂ സ്ട്രെയിനിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. പിന്നെ ന്യൂട്രൽ ആക്സിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ ബിറ്റ്വീൻ പ്ലെയിൻ ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് ന്യൂട്രൽ ലെയർ. പിന്നെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്, ന്യൂട്രൽ ആക്സിസ് പാസ് ത്രൂ ദ ജോമെട്രിക് സെൻട്രോയിഡ് ഓഫ് ദ സെക്ഷൻ. ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഓർത്ത് വെക്കുക. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്ട്രെയിൻ ഡ്യൂ ടു ബെൻഡിങ്. ഇവിടെ നമുക്ക് സ്ട്രെയിനിൻ്റെ ഡെറിവേഷൻ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് ബെൻഡിങ് സ്ട്രെയിനിൻ്റെ ഇക്വേഷനും ആ ഇക്വേഷനിലെ ഓരോ ടേമും എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നുള്ളതും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. നമുക്കറിയാം സ്ട്രെയിൻ എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ഒരു ബീം ബെൻഡ് ചെയ്യുമ്പോൾ ആ ബീമിൻ്റെ ഒരു പർട്ടിക്കുലർ ലെയറിലുണ്ടാകുന്ന സ്ട്രെയിൻ എന്ന് പറയുന്നത് ആ ബെൻഡിങ് കാരണം ആ ലെയറിലുണ്ടാകുന്ന കോൺട്രാക്ഷൻ അല്ലെങ്കിൽ ഇലോങ്ങേഷൻ ഡിവൈഡഡ് ബൈ അതിൻ്റെ ഒറിജിനൽ ലെങ്ത്. അങ്ങനെയാണെങ്കിൽ ബെൻഡിങ് കാരണം ഉണ്ടാകുന്ന സ്ട്രെയിനിൻ്റെ ഇക്വേഷൻ എപ്സിലോൺ ഈസ് ഈക്വൽ ടു y ബൈ ആർ. ഈ y എന്ന് പറയുന്നത് ന്യൂട്രൽ സർഫസിൽ നിന്ന് ആ ഒരു പർട്ടിക്കുലർ ലെയറിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ y എന്ന് പറയുന്നത്. ന്യൂട്രൽ സർഫസിൽ നിന്ന് ആ ഒരു പർട്ടിക്കുലർ സർഫസിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എന്ത്? y. r എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചർ. ഈ ബീമിന്റെ സെന്റർ ഓഫ് കർവേച്ചറിൽ നിന്ന് ന്യൂട്രൽ സർഫസിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ r എന്നുള്ള ലെറ്റർ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ്, ഒരു ബെൻഡിങ് ബീമിൽ മാക്സിമം സ്ട്രെയിൻ ഉണ്ടാവുക അതിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ അല്ലെങ്കിൽ ന്യൂട്രൽ സർഫസിൽ നിന്ന് ഏറ്റവും ദൂരെയുള്ള ലെയറിലാണ് അവിടെ മാക്സിമം സ്ട്രെയിൻ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു മാക്സിമം സ്ട്രെയിനാണ് നമ്മൾ ഇവിടെ ഇ മാക്സ് എന്ന് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മാക്സിമം സ്ട്രെയിൻ ഇ മാക്സ് ഈസ് ഈക്വൽ ടു സി ബൈ ആർ. ഇവിടെ സി എന്നുള്ള ലെറ്റർ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആ ഒരു ഔട്ടർ മോസ്റ്റ് ലെയറിലേക്കുള്ള മാക്സിമം ഡിസ്റ്റൻസിനെയാണ് അല്ലെങ്കിൽ മാക്സിമം വൈ ഡിസ്റ്റൻസിനെയാണ് സി എന്നുള്ള ലെറ്റർ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം സ്ട്രെയിൻ എപ്സിലോൺ മാക്സ് ഈസ് ഈക്വൽ ടു സി ബൈ ആർ. ഇപ്പം നമുക്ക് എന്ത് പറയാം? ഒരു പർട്ടിക്കുലർ ലെയറിൽ ഉണ്ടാകുന്ന സ്ട്രെയിൻ എന്ന് പറയുന്നത് ആ ലെയറിന് ന്യൂട്രൽ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസിന് പ്രപ്പോർഷണൽ ആയിരിക്കും. അതായത് വൈക്ക് പ്രപ്പോർഷണൽ ആയിരിക്കും എന്ത്? എപ്സിലോൺ. അപ്പോൾ ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. എപ്സിലോൺ ഈസ് ഈക്വൽ ടു y ബൈ ആർ. ഇനി നമുക്കറിയാം ഇങ്ങനെയാണ് ബീം ബെൻഡ് ചെയ്യുന്നതെങ്കിൽ ന്യൂട്രൽ സർഫസിൻ്റെ അപ്പറിൽ കംപ്രഷനും ന്യൂട്രൽ സർഫസിന്റെ ലോവർ ലെയേഴ്സിൽ ടെൻഷനാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ന്യൂട്രൽ പ്ലെയിനിന്റെ എബോവ് സ്ട്രെയിൻ എപ്സിലോൺ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. ന്യൂട്രൽ പ്ലെയിനിന്റെ ബിലോ സ്ട്രെയിൻ എന്തായിരിക്കും? പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ആ രണ്ട് കാര്യങ്ങളും കൂടെ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സ്ട്രെയിൻ എപ്സിലോൺ ഈസ് ഈക്വൽ ടു y ബൈ ആർ, മാക്സിമം സ്ട്രെയിൻ ഇ മാക്സ് ഈസ് ഈക്വൽ ടു സി ബൈ ആർ. സി എന്ന് പറയുന്നത് ഔട്ടർ മോസ്റ്റ് ലെയറിലേക്കുള്ള മാക്സിമം ഡിസ്റ്റൻസ്, പിന്നെ സ്ട്രെയിൻ പ്രപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ഫ്രം ന്യൂട്രൽ സർഫസ്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നെക്സ്റ്റ്, സ്ട്രെസ് ഡ്യൂ ടു ബെൻഡിങ്. നമുക്കറിയാം സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ സ്ട്രെസ് ഈസ് ഈക്വൽ ടു യങ്സ് മോഡുലസ് ഇൻറ്റു സ്ട്രെയിൻ. അതായത് സിഗ്മ ഈസ് ഈക്വൽ ടു ഇ എപ്സിലോൺ എന്ന് എഴുതാം. ഇ എന്താണ്? യങ്സ് മോഡുലസ്, എപ്സിലോൺ സ്ട്രെയിൻ. ഇനി ഈ എപ്സിലോണിന് പകരം നമുക്ക് എന്ത് എഴുതാം? y ബൈ ആർ എന്ന് എഴുതാം. സ്ട്രെയിൻ എപ്സിലോൺ ഈസ് ഈക്വൽ ടു y ബൈ ആർ. ദാറ്റ് ഈസ് ബെൻഡിങ് സ്ട്രെസ് സിഗ്മ ഈസ് ഈക്വൽ ടു ഇ y ബൈ ആർ എന്ന് എഴുതാം. ബെൻഡിങ് സ്ട്രെസ് സിഗ്മ ഈസ് ഈക്വൽ ടു ഇ y ബൈ ആർ. അത് റീഅറേഞ്ച് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ ബൈ y ഈസ് ഈക്വൽ ടു ഇ ബൈ ആർ. ഇവിടെ സിഗ്മ എന്ന് പറയുന്നത് ബെൻഡിങ് സ്ട്രെസ്, y ന്യൂട്രൽ ആക്സിസിന് ആ ഒരു പർട്ടിക്കുലർ പ്ലെയിനിലേക്കുള്ള ഡിസ്റ്റൻസ്, ഇ യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ആർ റേഡിയസ് ഓഫ് കർവേച്ചർ. അപ്പോൾ ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിഗ്മ ബൈ y ഈസ് ഈക്വൽ ടു ഇ ബൈ ആർ. ഇനി നമുക്കറിയാം മാക്സിമം ബെൻഡിങ് സ്ട്രെസ് എവിടെയാണ് ഉണ്ടാവുക? ന്യൂട്രൽ ആക്സിസിന് മാക്സിമം ഡിസ്റ്റൻസിലുള്ള പ്ലെയിനിലാണ് മാക്സിമം ബെൻഡിങ് സ്ട്രെസ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെഴുതാം? സിഗ്മ മാക്സ് ബൈ സി ഈസ് ഈക്വൽ ടു ഇ ബൈ ആർ. സിഗ്മ മാക്സ് മാക്സിമം ബെൻഡിങ് സ്ട്രെസ്, സി എന്താണ്? ന്യൂട്രൽ ആക്സിസിന് ആ പർട്ടിക്കുലർ പ്ലെയിനിലേക്കുള്ള മാക്സിമം വൈ ഡിസ്റ്റൻസ്, ഇ യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ആർ റേഡിയസ് ഓഫ് കർവേച്ചർ. സിഗ്മ മാക്സ് ബൈ സി ഈസ് ഈക്വൽ ടു ഇ ബൈ ആർ. അതും ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. ഇനി
പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെയാണ് ബെൻഡിങ് മൊമെന്റ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? ന്യൂട്രൽ ആക്സിസിന്റെ എബോവ് കംപ്രസീവ് സ്ട്രെസ്സും ബിലോ ടെൻസൈൽ സ്ട്രെസ്സും ആയിരിക്കും. ന്യൂട്രൽ ആക്സിസിന്റെ എബോവ് കംപ്രസീവ് സ്ട്രെസ്സും ബിലോ ടെൻസൈൽ സ്ട്രെസ്സും ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടേമാണ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ്. എന്താണ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ്? നമുക്കറിയാം, ന്യൂട്രൽ ആക്സിസിന്റെ ഒരു സൈഡിൽ കംപ്രസീവ് സ്ട്രെസ് ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ എന്തായിരിക്കും? ടെൻസൈൽ സ്ട്രെസ് ആയിരിക്കും. ഒരു സൈഡിൽ കംപ്രസീവ് ഫോഴ്സും നെക്സ്റ്റ് സൈഡിൽ ടെൻസൈൽ ഫോഴ്സും ആയിരിക്കും. അത് കാരണം അവിടെ ഒരു കപ്പിൾ ഫോം ചെയ്യും. ഈ കപ്പിൾ കൊണ്ടുണ്ടാകുന്ന മൊമെന്റ് എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്ത എക്സ്റ്റേണൽ ബെൻഡിങ് മൊമെന്റിനെ റെസിസ്റ്റ് ചെയ്യുന്ന തരത്തിലായിരിക്കും, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ബെൻഡിങ് മൊമെന്റിന് ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത്? ഈ കപ്പിൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന മൊമെന്റ്. ഈ ഒരു മൊമെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ബീമിൽ കംപ്രസീവ് സ്ട്രെസ്സും ടെൻസൈൽ സ്ട്രെസ്സും കാരണം ഫോം ചെയ്യുന്ന ഇന്റേണൽ കപ്പിൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന മൊമെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇതെങ്ങനെയായിരിക്കും? എക്സ്റ്റേണൽ ബെൻഡിങ് മൊമെന്റിനെ ഓപ്പോസിറ്റ് ചെയ്യുന്ന തരത്തിലായിരിക്കും മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ഉണ്ടാവുക. ഇനി പ്യുവർ ബെൻഡിങ്ങിൽ ഫോർ ഇക്വിലിബ്രിയം കണ്ടീഷൻ റിസൾട്ടന്റ് മൊമെന്റ് അബൌട്ട് സെഡ് ആക്സിസ് മസ്റ്റ് ബി ഈക്വൽ ടു അപ്ലൈഡ് മൊമെന്റ്. എന്താ റിസൾട്ടന്റ് മൊമെന്റ് അബൌട്ട് സെഡ് ആക്സിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊമെന്റ് റെസിസ്റ്റൻസ്. അതായത് അത് നമുക്ക് എങ്ങനെ എഴുതാം? അപ്ലൈഡ് ബെൻഡിങ് മൊമെന്റ് ക്യാപിറ്റൽ എം ആണെങ്കിൽ ക്യാപിറ്റൽ എം ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ വൈ ഇൻറ്റു സിഗ്മ ഡി എ എന്ന് എഴുതാം. ഈ ഇൻ്റഗ്രൽ വൈ ഇൻറ്റു സിഗ്മ ഡി എ എന്ന് വെച്ചാൽ എന്താ? റിസൾട്ടന്റ് മൊമെന്റ് അബൌട്ട് സെഡ് ആക്സിസ്. ഇനി ഈ മൊമെന്റ് റെസിസ്റ്റൻസിന്റെ ഇക്വേഷനിൽ സിഗ്മയെ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ ബെൻഡിങ് സ്ട്രെസ് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബെൻഡിങ് സ്ട്രെസ്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? ക്യാപിറ്റൽ ഇ ഇൻറ്റു വൈ ബൈ ആർ എന്ന് എഴുതാം. അപ്പോൾ സിഗ്മയുടെ വാല്യൂ ക്യാപിറ്റൽ ഇ ഇൻറ്റു വൈ ബൈ ആർ എന്ന് നമ്മൾ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് ക്യാപിറ്റൽ എം ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ വൈ ഇൻറ്റു ക്യാപിറ്റൽ ഇ ബൈ ആർ ഇൻറ്റു വൈ ഡി എ എന്ന് എഴുതാം. ക്യാപിറ്റൽ ഇ ബൈ ആർ ഇൻറ്റു വൈ എന്ന് വെച്ചാൽ എന്താണ്? ബെൻഡിങ് സ്ട്രെസ് സിഗ്മ. അപ്പോൾ നമുക്ക് ഫൈനലി എങ്ങനെ എഴുതാം? ബെൻഡിങ് മൊമെന്റ് ക്യാപിറ്റൽ എം ഈസ് ഈക്വൽ ടു ഇ ബൈ ആർ ഇൻറ്റു ഇൻ്റഗ്രൽ വൈ സ്ക്വയർ ഡി എ. അപ്പോൾ നമുക്കറിയാം ഇൻ്റഗ്രൽ വൈ സ്ക്വയർ ഡി എ എന്ന് വെച്ചാൽ എന്താണ്? മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ന്യൂട്രൽ ആക്സിസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബെൻഡിങ് മൊമെന്റിന്റെ ഈ ഇക്വേഷനിൽ വൈ സ്ക്വയർ ഡി എക്ക് പകരം മൊമെന്റ് ഓഫ് ഇനർഷ്യ ഐ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടും എം ഈസ് ഈക്വൽ ടു ഇ ഐ ബൈ ആർ. ഈ ഇ ഐ എന്നുള്ള ക്വാണ്ടിറ്റിനെയാണ് നമ്മൾ ഫ്ലക്ചറൽ റിജിഡിറ്റി എന്ന് പറയുന്നത്. ഫ്ലക്ചറൽ റിജിഡിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ ഐ യങ്സ് മോഡുലസ് ഇൻറ്റു മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് എന്ത്? ഫ്ലക്ചറൽ റിജിഡിറ്റി. ഇനി നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? എം ബൈ ഐ ഈസ് ഈക്വൽ ടു ഇ ബൈ ആർ. എം ബൈ ഐ ഈസ് ഈക്വൽ ടു ഇ ബൈ ആർ എന്ന് എഴുതാം. ഇനി നെക്സ്റ്റ് സെക്ഷൻ മോഡുലസ്. എന്താ സെക്ഷൻ മോഡുലസ്? ദ റേഷ്യോ ഓഫ് മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ന്യൂട്രൽ ആക്സിസ് ടു വൈ മാക്സ്. വൈ മാക്സ് എന്ന് വെച്ചാൽ മാക്സിമം ഡിസ്റ്റൻസ് ഫ്രം ന്യൂട്രൽ ആക്സിസ്. മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെയും ന്യൂട്രൽ ആക്സിസിൽ നിന്നുള്ള മാക്സിമം ഡിസ്റ്റൻസിൻ്റെയും റേഷ്യോനെയാണ് നമ്മൾ സെക്ഷൻ മോഡുലസ് എന്ന് പറയുന്നത്. നമ്മൾ ബെൻഡിങ് ഇക്വേഷൻ പറഞ്ഞു അല്ലേ? അങ്ങനെയാണെങ്കിൽ എം ബൈ ഐ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ വൈ ആണെന്ന് നമുക്കറിയാം. അത് നമ്മൾ റീറൈറ്റ് ചെയ്ത് എങ്ങനെ എഴുതാം? സിഗ്മ ഈസ് ഈക്വൽ ടു ബെൻഡിങ് സ്ട്രെസ് സിഗ്മ ഈസ് ഈക്വൽ ടു എം ബൈ ഐ ഇൻറ്റു വൈ. അതുകൊണ്ട് മാക്സിമം ബെൻഡിങ് സ്ട്രെസ്സിനെ എങ്ങനെ എഴുതാം? സിഗ്മ മാക്സ് ഈക്വൽ ടു എം ബൈ ഐ ഇൻറ്റു വൈ മാക്സ്. വൈ മാക്സ് എന്ന് വെച്ചാൽ എന്താണ്? ന്യൂട്രൽ ആക്സിസിൽ നിന്നുള്ള മാക്സിമം ഡിസ്റ്റൻസ്. നമ്മളത് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സി എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ്. ഇത് എനിക്ക് സെക്ഷൻ മോഡുലസിൻ്റെ ടേംസിൽ സിഗ്മ മാക്സ് ഈക്വൽ ടു എം ബൈ സെഡ് എന്ന് എഴുതാം. വേർ സെഡ് ഈസ് ഈക്വൽ ടു ഐ ബൈ സി. നമ്മൾ പറഞ്ഞു സെക്ഷൻ മോഡുലസ് എന്ന് വെച്ചാൽ എന്താണ്? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഡിവൈഡഡ് ബൈ മാക്സിമം ഡിസ്റ്റൻസ് ഫ്രം ന്യൂട്രൽ ആക്സിസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിഗ്മ മാക്സ് അല്ലെങ്കിൽ മാക്സിമം ബെൻഡിങ് സ്ട്രെസ് എങ്ങനെ എഴുതാം? സിഗ്മ മാക്സ് ഈക്വൽ ടു എം ബൈ സെഡ്. ഇനി എന്താണ് ഈ സെക്ഷൻ മോഡുലസിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്? ഈ സെക്ഷൻ മോഡുലസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ബീമിൻ്റെ സ്ട്രെങ്ത്തിനെയാണ്. അതായത് രണ്ട് ബീമിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഏതാണോ ഹയർ സെക്ഷൻ മോഡുലസ് ഉള്ളത് അതിനായിരിക്കും എന്ത്? ഹയർ സ്ട്രെങ്ത് ഉണ്ടാവുക. അതായത് ഹൈ സെക്ഷൻ മോഡുലസ് ഉള്ള ഒരു ബീമിൻ്റെ ബെൻഡിങ് മൊമെന്റ് വിസ്റ്റാൻഡ് ചെയ്യാനുള്ള എബിലിറ്റി എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ലോ സെക്ഷൻ മോഡുലസ് ആണെങ്കിൽ എന്തായിരിക്കും? ബെൻഡിങ് മൊമെന്റ് വിസ്റ്റാൻഡ് ചെയ്യാനുള്ള എബിലിറ്റി കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അപ്പോൾ സെക്ഷൻ മോഡുലസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ബീമിൻ്റെ സ്ട്രെങ്ത്തിനെയാണ്.
സെക്ഷൻ മോഡുലസ് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. ഇനി നമ്മൾ പറയുന്നത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്രോസ് സെക്ഷൻസിൻ്റെ സെക്ഷൻ മോഡുലസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷൻ. ഡി ഡെപ്തും ബി ബ്രെഡ്ത്തും ഉള്ള ഒരു റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷൻ്റെ സെക്ഷൻ മോഡുലസ് സെഡ് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം സെക്ഷൻ മോഡുലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഡിവൈഡഡ് ബൈ വൈ മാക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ റെക്റ്റാങ്കുലർ സെക്ഷൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ന്യൂട്രൽ ആക്സിസ് എന്തായിരിക്കും? ബി ഡി ക്യൂ ബൈ 12. വൈ മാക്സ് എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് ന്യൂട്രൽ ആക്സിസിന് മാക്സിമം ഫൈബറിലേക്കുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ബൈ 2. അതുകൊണ്ട് സെക്ഷൻ മോഡുലസ് സെഡ് ഈസ് ഈക്വൽ ടു ബി ഡി സ്ക്വയർ ബൈ 6. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷൻ്റെ സെക്ഷൻ മോഡുലസ് സെഡ് ഈസ് ഈക്വൽ ടു ബി ഡി സ്ക്വയർ ബൈ 6. ഇനി സർക്കുലർ ക്രോസ് സെക്ഷൻ. ഡി ഡയമീറ്റർ ഉള്ള ഒരു സർക്കുലർ ക്രോസ് സെക്ഷൻ്റെ ന്യൂട്രൽ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്കറിയാം പൈ ഡി റേസ്റ്റ് 4 ബൈ 64. വൈ മാക്സ് ഡി ബൈ 2. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സെക്ഷൻ മോഡുലസ് എന്ന് പറയുന്നത് പൈ ഡി ക്യൂ ബൈ 32 ആയിരിക്കും. സർക്കുലർ സെക്ഷൻ്റെ സെക്ഷൻ മോഡുലസ് എന്ന് പറയുന്നത് പൈ ഡി ക്യൂ ബൈ 32. നെക്സ്റ്റ് വൺ ഹോളോ സർക്കുലർ സെക്ഷൻ. ക്യാപിറ്റൽ ഡി ഔട്ടർ ഡയമീറ്ററും സ്മോൾ ഡി ഇന്നർ ഡയമീറ്ററും ഉള്ള ഒരു ഹോളോ സർക്കുലർ സെക്ഷൻ്റെ സെക്ഷൻ മോഡുലസ് പൈ ഇൻറ്റു ക്യാപിറ്റൽ ഡി റേസ്റ്റ് 4 മൈനസ് സ്മോൾ ഡി റേസ്റ്റ് 4 ബൈ 32 ക്യാപിറ്റൽ ഡി. പൈ ക്യാപിറ്റൽ ഡി റേസ്റ്റ് 4 മൈനസ് സ്മോൾ ഡി റേസ്റ്റ് 4 ബൈ 32 ക്യാപിറ്റൽ ഡി ആയിരിക്കും എന്ത്? ഹോളോ സർക്കുലർ സെക്ഷൻ്റെ സെക്ഷൻ മോഡുലസ്. നെക്സ്റ്റ് വൺ ട്രയാങ്കുലർ സെക്ഷൻ. നമുക്കറിയാം ഒരു ട്രയാങ്കുലർ സെക്ഷൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആക്സിസ് എവിടെയായിരിക്കും? വെർട്ടെക്സിൽ നിന്ന് 2h/3 ഡിസ്റ്റൻസിലായിരിക്കും ഒരു ട്രയാങ്കുലർ സെക്ഷൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആക്സിസ് അല്ലെങ്കിൽ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ട്രയാങ്കുലർ സെക്ഷൻ്റെ സെക്ഷൻ മോഡുലസ് നമുക്കറിയാം ട്രയാങ്കുലർ സെക്ഷൻ്റെ ന്യൂട്രൽ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എത്രയാണ്? BH³ ബൈ 36. ന്യൂട്രൽ ആക്സിസിന് ഔട്ടർ ഫൈബറിലേക്കുള്ള മാക്സിമം ഡിസ്റ്റൻസ് 2h/3. അപ്പോൾ സെക്ഷൻ മോഡുലസ് BH² ബൈ 24 എന്ന് കിട്ടും. ട്രയാങ്കുലർ സെക്ഷൻ്റെ സെക്ഷൻ മോഡുലസ് BH² ബൈ 24. ഇത്രയുമാണ് ഇമ്പോർട്ടൻറ്റ് ക്രോസ് സെക്ഷൻ. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്രോസ് സെക്ഷൻസ് ഇത്രയാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഡിഫ്ലക്ഷൻ ഓഫ് ബീം. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിഫ്ലക്ഷൻ ഓഫ് ബീം. ഇവിടെ നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ എന്താണ് ഡിഫ്ലക്ഷൻ, എന്താണ് സ്ലോപ്പ് ഓഫ് ഡിഫ്ലക്റ്റഡ് ബീം, പിന്നെ ഡിഫ്ലക്ഷനും ഡിഫറെൻറ്റ് ലോഡിംഗ് ക്വാണ്ടിറ്റീസുമായിട്ടുള്ള റിലേഷൻസ്, അതായത് ഷിയർ ഫോഴ്സ്, ബെൻഡിങ് മൊമെൻറ്റ്, ലോഡ്, ഡിഫ്ലക്ഷനും ഇതുമായിട്ടുള്ള റിലേഷൻസ്, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ബീംസിൻ്റെ ഡിഫ്ലക്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ എന്താണ് ഡിഫ്ലക്ഷൻ? നമുക്കറിയാം നമ്മളൊരു ബീം ലോഡ് ചെയ്യുമ്പോൾ അത് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിൽ നിന്ന് ഡിഫ്ലക്റ്റ് ചെയ്യും. അങ്ങനെ ബീം ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒറിജിനൽ പൊസിഷനിൽ നിന്ന് ഡീഫോം ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഫ്ലക്ഷൻ ഓഫ് ബീം എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് നമ്മൾ ഡിഫ്ലക്ഷൻ മെഷർ ചെയ്യുന്നത്? ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ബീമിൻ്റെ ഒറിജിനൽ ന്യൂട്രൽ ആക്സിസ്, അതായത് ബീം അൺലോഡഡ് കണ്ടീഷനിലായിരിക്കുമ്പോഴുള്ള ന്യൂട്രൽ ആക്സിസിൽ നിന്ന് അത് ഡിഫ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലോഡ് ചെയ്ത് കഴിഞ്ഞാലുള്ള ന്യൂട്രൽ ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഫ്ലക്ഷൻ ഓഫ് ബീം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന y ഡിസ്റ്റൻസ് ആണ് എന്ത്? ഡിഫ്ലക്ഷൻ ഓഫ് ബീം. നമുക്കറിയാം ഇനീഷ്യലി ബീം എങ്ങനെയായിരിക്കും? ഇനീഷ്യലി ബീം സ്ട്രെയിറ്റ് ആണ് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഇനി ബീം ലോഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അത് ഒരു കർവേച്ചറിൽ ബെൻഡ് ചെയ്യും. ഈ ഒരു y ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഫ്ലക്ഷൻ ഓഫ് ബീം എന്ന് പറയുന്നത്. ഇനി ഒരു ബീം ബെൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ മാക്സിമം കർവേച്ചർ ഒക്കർ ചെയ്യുന്നത് ബെൻഡിങ് മൊമെൻറ്റ് എവിടെയാണോ ആ ബീമിൽ മാക്സിമം അവിടെയായിരിക്കും. അതായത് ബെൻഡിങ് മൊമെൻറ്റ് മാക്സിമം ആയിട്ടുള്ള പോയിന്റിലാണ് ബീമിൻ്റെ മാക്സിമം ഡിഫ്ലക്ഷൻ ഉണ്ടാവുക എന്ന് ഓർത്ത് വെക്കണം. ഇനി ഇലാസ്റ്റിക് കർവ്. നമ്മൾ ബീം ലോഡ് ചെയ്യുമ്പോൾ അതൊരു കർവേച്ചർ അല്ലെങ്കിൽ ഒരു സർക്കുലർ ആർക്കായിട്ടാണ് ബെൻഡ് ചെയ്യാന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആ ഒരു സർക്കുലർ ആർക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലാസ്റ്റിക് കർവ് എന്ന് പറയുന്നത്. ബീം ബെൻഡ് ചെയ്യുന്ന കർവേച്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലാസ്റ്റിക് കർവ് എന്ന് പറയുന്നത്. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ടേം സ്ലോപ്പ് ഓഫ് ബീം. എന്താണ് ഒരു ഡിഫ്ലക്റ്റഡ് ബീമിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്? ഒരു ഡിഫ്ലക്റ്റഡ് ബീമിൻ്റെ ഏതെങ്കിലും ഒരു സെക്ഷനിലെ സ്ലോപ്പ് എന്ന് പറയുന്നത് ആ സെക്ഷനിലെ ടാൻജൻറ്റും ബീമിൻ്റെ ഒറിജിനൽ ആക്സിസും തമ്മിലുണ്ടാക്കുന്ന ആംഗിളാണ്. അതായത് ഈ ഫിഗർ ശ്രദ്ധിക്കുക. ഇവിടെ ഈ ഒരു സെക്ഷനിൽ ബീമിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ആ സെക്ഷനിൽ വരക്കുന്ന ടാൻജൻറ്റും ബീമിൻ്റെ ഒറിജിനൽ ഹൊറിസോണ്ടൽ ആക്സിസും തമ്മിലുണ്ടാക്കുന്ന ഈ ഒരു ആംഗിളാണ്. സ്ലോപ്പ് ഓഫ് ബീം നമ്മൾ മെഷർ ചെയ്യുന്നത് റേഡിയനിലാണ്.
അപ്പോൾ സ്ലോപ്പ് ഓഫ് ബീം അറ്റ് എനി സെക്ഷൻ എന്ന് വെച്ചാൽ ആ സെക്ഷനിലെ ടാൻജൻറ്റും ബീമിൻ്റെ ഒറിജിനൽ ഹൊറിസോണ്ടൽ ആക്സിസും തമ്മിലുണ്ടാക്കുന്ന ആംഗിളാണ്. ഇനി ഡിഫ്ലക്ഷൻ ഓഫ് ബീം ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഒന്ന് ബെൻഡിങ് മൊമെൻറ്റ്. നമ്മൾ പറഞ്ഞു മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എവിടെയാണോ ആ പോയിന്റിലാണ് മാക്സിമം ഡിഫ്ലക്ഷൻ ഉണ്ടാവുക. ബീമിൻ്റെ മാക്സിമം ഡിഫ്ലക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് അപ്ലൈ ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും. നെക്സ്റ്റ് വൺ ലോഡ്. മാഗ്നിറ്റ്യൂഡ് ആൻഡ് ടൈപ്പ് ഓഫ് ലോഡ് അനുസരിച്ചിട്ട് ബീമിൻ്റെ ഡിഫ്ലക്ഷനിൽ ചേഞ്ച് ഉണ്ടാവും. നെക്സ്റ്റ് വൺ ലെങ്ത് ഓഫ് ബീം. ബീമിൻ്റെ ലെങ്ത്തും ഡിഫ്ലക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. പിന്നെ ബീം ടൈപ്പ്. ഏത് ടൈപ്പ് ബീമാണ് എന്നനുസരിച്ചിട്ട് ഡിഫ്ലക്ഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. സിംപ്ലി സപ്പോർട്ടഡ് ആവാം, കാൻഡിലീവർ ആവാം, ഫിക്സഡ് ബീം ആവാം. ഓരോ ടൈപ്പ് ബീമിനും ഡിഫറെൻറ്റ് ഡിഫ്ലക്ഷൻ ഉണ്ടാവുക. ഡിഫ്ലക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന നെക്സ്റ്റ് രണ്ട് ഫാക്ടേഴ്സാണ് മെറ്റീരിയൽ പ്രോപ്പർട്ടി ഓഫ് ബീം, അതായത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയും ഷേപ്പ് ഓഫ് ബീം. ബീമിൻ്റെ ക്രോസ് സെക്ഷൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യയും യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയും ഡിഫ്ലക്ഷന് ഡിപ്പെൻഡ് ചെയ്യും. അതായത് സ്റ്റിഫ്നെസ് ഓഫ് ബീം ഡിഫ്ലക്ഷന് ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ പറഞ്ഞു ഫ്ലെക്ചറൽ റിജിഡിറ്റി അല്ലെങ്കിൽ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബീമിൻ്റെ ഡിഫ്ലക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ബെൻഡിങ് മൊമെന്റ്, മാഗ്നിറ്റ്യൂഡ് ആൻഡ് ടൈപ്പ് ഓഫ് ലോഡിംഗ്, ലെങ്ത് ഓഫ് ബീം, ടൈപ്പ് ഓഫ് ബീം, മെറ്റീരിയൽ പ്രോപ്പർട്ടി ഓഫ് ബീം, ഷേപ്പ് ഓഫ് ബീം. ഇനി ഡിഫ്ലക്ഷൻ ഓഫ് ബീംസിലെ ഇമ്പോർട്ടൻറ്റ് അസംപ്ഷൻസ്. ഫസ്റ്റ് വൺ, ഡിഫ്ലക്ഷൻ കോസ്ഡ് ബൈ ഷിയറിംഗ് ആക്ഷൻ നെഗ്ലിജിബിളി സ്മോൾ കമ്പയർഡ് ടു ബെൻഡിങ്. അതായത് ബീമിൽ ഷിയറിംഗ് ആക്ഷൻ കൊണ്ടുണ്ടാകുന്ന ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ബെൻഡിങ്ങിനെ കമ്പയർ ചെയ്യുമ്പോൾ നെഗ്ലിജിബിൾ ആണ്. അല്ലെങ്കിൽ നമ്മൾ ബെൻഡിങ് കൊണ്ടുണ്ടാകുന്ന ഡിഫ്ലക്ഷൻ മാത്രമേ ബീമിൻ്റെ ഡിഫ്ലക്ഷനിൽ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇനി സെക്കൻഡ് വൺ, ഡിഫ്ലക്ഷൻ ആർ സ്മോൾ കമ്പയർഡ് ടു ക്രോസ് സെക്ഷണൽ ഡയമെൻഷൻ ഓഫ് ദ ബീം. ബീമിൻ്റെ ക്രോസ് സെക്ഷണൽ ഡയമെൻഷനെ കമ്പയർ ചെയ്യുമ്പോൾ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി സ്മോൾ ആണ്. അതായത് ബീം ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഒരു ഡിഫ്ലക്ഷൻ തന്നെ കാണാൻ പറ്റില്ല. അത്രയും സ്മോൾ ആണ് ബീമിൻ്റെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഇനി തേർഡ് വൺ, ഓൾ പോർഷൻ ഓഫ് ബീം ആർ ആക്ടിങ് ഇൻ ഇലാസ്റ്റിക് റേഞ്ച്. ലോഡിങ് ഇലാസ്റ്റിക് റേഞ്ചിലാണ്. അതായത് ബീം ഡീഫോർമേഷൻ എന്ന് പറയുന്നത് ടെമ്പററി ആണ്. ലോഡ് റിമൂവ് ചെയ്യുമ്പോൾ ബീം ഒറിജിനൽ പൊസിഷൻ റീഗെയിൻ ചെയ്യും. ബീം ഈസ് സ്ട്രെയിറ്റ് പ്രയർ ടു അപ്ലിക്കേഷൻ ഓഫ് ലോഡ്. ലോഡ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ബീം എന്താണ്, ഇനീഷ്യലി പെർഫെക്റ്റ്ലി സ്ട്രെയിറ്റ് ആണ് എന്നാണ് ഫോർത്ത് അസംപ്ഷൻ. ഇനി ബീമിൻ്റെ സ്ലോപ്പും ഡിഫ്ലക്ഷനും കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന മൂന്ന് മെത്തേഡ്: ഡബിൾ ഇൻ്റഗ്രേഷൻ മെത്തേഡ്, മക്കാലേസ് മെത്തേഡ്, മൊമെൻ്റ് ഏരിയ മെത്തേഡ്. ഈ മൂന്ന് മെത്തേഡാണ് ബീമിൻ്റെ സ്ലോപ്പും ഡിഫ്ലക്ഷനും കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ എക്സാമിന് നമുക്ക് അസംപ്ഷൻസ് ഏതൊക്കെയാണെന്നും എന്തൊക്കെയാണ് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനുള്ള മെത്തേഡെന്നും ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ആവശ്യമില്ല. അസംപ്ഷൻസ് ഏതൊക്കെയാണ്, ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കർവേച്ചർ ഓഫ് ബെൻഡിങ് ബീം. ഇവിടെ നമ്മൾ പറയുന്നത് ബീമിൻ്റെ കർവേച്ചറും ഡിഫ്ലക്ഷനും തമ്മിലുള്ള റിലേഷനാണ്. നമുക്ക് ഫൈനൽ ഇക്വേഷൻ മാത്രം അറിഞ്ഞാൽ മതി. അതിൻ്റെ ഡെറിവേഷനൊന്നും നമുക്ക് ആവശ്യമില്ല. ഒരു ബീം കൺസിഡർ ചെയ്യുക, ഇനീഷ്യലി സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ബീം. അതിൽ ഡി എക്സ് എന്നുള്ള ഒരു സ്മോൾ ഡിസ്റ്റൻസിലുള്ള രണ്ട് പോയിൻ്റാണ് എയും ബിയും. ഇനി ആ ബീം ബെൻഡ് ചെയ്യുമ്പോൾ ആ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള കർവ്ഡ് ഡിസ്റ്റൻസ് ആണ് ഡി എസ്. അങ്ങനെയാണെങ്കിൽ ഈ ഫിഗർ ശ്രദ്ധിക്കുക. ഈ എ ഡാഷ് എന്നുള്ള പോയിന്റിലൂടെ കർവിന് വരക്കുന്ന ടാൻജൻറ്റും ഹൊറിസോണ്ടലും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ. അതായത് എ ഡാഷ് എന്നുള്ള പോയിന്റിൽ ബീം ഉണ്ടാക്കുന്ന സ്ലോപ്പാണ് എന്ത്, തീറ്റ. ഇനി ബി ഡാഷ് എന്നുള്ള പോയിന്റിലൂടെയുള്ള ടാൻജൻറ്റും ഹൊറിസോണ്ടലും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ പ്ലസ് ഡി തീറ്റ. അതായത് ബി ഡാഷ് എന്നുള്ള പോയിന്റിൽ ബീമിൻ്റെ സ്ലോപ്പാണ് തീറ്റ പ്ലസ് ഡി തീറ്റ. അങ്ങനെയാണെങ്കിൽ ഈ എ ഡാഷ് ബി ഡാഷ് എന്നുള്ള ആർക്ക് സെൻറ്റർ ഓഫ് കർവേച്ചറുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും, ഡി തീറ്റ ആയിരിക്കും. ഇനി ഈ ഫിഗറിൽ നിന്ന് നമുക്ക് ഡി എസ് എന്നുള്ള കേർവ്ഡ് ഡിസ്റ്റൻസിനെ ആർ ഡി തീറ്റ എന്ന് എഴുതാം. ആർ ഡി തീറ്റ ഈസ് ഈക്വൽ ടു ഡി എസ്. ഇനി ബീമിൻ്റെ ഡീഫോർമേഷൻ വളരെ സ്മോൾ ആണെങ്കിൽ നമുക്ക് ഡി എസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഡി എക്സ് എന്ന് എഴുതാം. അതായത് സ്ട്രെയിറ്റ് ബീമിലെ ഡിസ്റ്റൻസും ബെൻഡ് ചെയ്ത ബീമിലെ കർവ്ഡ് ഡിസ്റ്റൻസ് എന്തായിരിക്കും, ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം,
ആർ ഡി തീറ്റ ഈസ് ഈക്വൽ ടു ഡി എസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഡി എക്സ് എന്ന് എഴുതാം. ഈ ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കർവേച്ചർ 1/r ഈസ് ഈക്വൽ ടു ഡി തീറ്റ ബൈ ഡി എക്സ് എന്ന് എഴുതാം. കർവേച്ചർ 1/r ഈസ് ഈക്വൽ ടു ഡി തീറ്റ ബൈ ഡി എക്സ്. ഇനി ഇവിടെ ഈ ആംഗിൾ എ ഡാഷിലൂടെയുള്ള ടാൻജൻറ്റ് ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ, നമുക്ക് ടാൻ തീറ്റ ഡി വൈ ബൈ ഡി എക്സ് എന്ന് എഴുതാം. നമുക്കറിയാം ആംഗിൾ സ്മോൾ ആണെങ്കിൽ ടാൻ തീറ്റ ഓൾമോസ്റ്റ് ഈക്വൽ ടു തീറ്റ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? തീറ്റ ഈസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് എന്ന് എഴുതാം. അപ്പോൾ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലോപ്പ് ഓഫ് ബീം. സ്ലോപ്പ് ഓഫ് ബീം തീറ്റ ഈസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ്. ഓർത്ത് വെക്കണം, ബീമിൻ്റെ സ്ലോപ്പിൻ്റെ ഇക്വേഷൻ തീറ്റ ഈസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ്. ഇനി നമുക്കറിയാം കർവേച്ചർ ഓഫ് ബീം 1/r ഈസ് ഈക്വൽ ടു ഡി തീറ്റ ബൈ ഡി എക്സ്. തീറ്റ നമുക്കറിയാം ഡി വൈ ബൈ ഡി എക്സ്. ആ തീറ്റയുടെ വാല്യൂ ഈ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കർവേച്ചർ ഓഫ് ബീം 1/r ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ കർവേച്ചർ ഓഫ് ബീമിൻ്റെ ഇക്വേഷൻ എന്താണ്? 1/r ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ. ഇനി നമ്മൾ ബെൻഡിങ് ഇക്വേഷനിൽ പഠിച്ചിട്ടുണ്ട് എം ബൈ ഐ ഈസ് ഈക്വൽ ടു ഇ ബൈ ആർ. എം ബെൻഡിങ് മൊമെൻറ്റ്, ഐ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ക്രോസ് സെക്ഷൻ, ഇ യങ്സ് മോഡുലസ്, ആർ റേഡിയസ് ഓഫ് കർവേച്ചർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? എം ഈസ് ഈക്വൽ ടു ഇ ഐ ബൈ ആർ എന്ന് എഴുതാം. ഇവിടെ നമുക്കറിയാം കർവേച്ചർ ഓഫ് ബീം 1/r ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ആ 1/rൻ്റെ വാല്യൂ മൊമെൻറ്റിൻ്റെ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ബെൻഡിങ് മൊമെൻറ്റ് എം ഈസ് ഈക്വൽ ടു ഇ ഐ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഇമ്പോർട്ടൻ്റ് റിലേഷനാണ്. ബെൻഡിങ് മൊമെൻറ്റ് എം ഈസ് ഈക്വൽ ടു ഇ ഐ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത് സ്ലോപ്പ് തീറ്റ ഈസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ്. കർവേച്ചർ ഓഫ് ബീം 1/r ഈസ് ഈക്വൽ ടു ഡി തീറ്റ ബൈ ഡി എക്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ബെൻഡിങ് മൊമെൻറ്റ് എം ഈസ് ഈക്വൽ ടു ഇ ഐ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഈ 3 റിലേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർത്ത് വെക്കണം. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഡിഫ്ലക്ഷനും ബീം ലോഡിംഗ് ക്വാണ്ടിറ്റീസും തമ്മിലുള്ള റിലേഷനാണ്. അതായത് ഡിഫ്ലക്ഷനും ഷിയർ ഫോഴ്സ്, ബെൻഡിങ് മൊമെൻറ്റ്, ലോഡ്, ഈ 3 ക്വാണ്ടിറ്റീസുമായിട്ടുള്ള റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്, അതുകൊണ്ട് കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. നമ്മൾ ഡിഫ്ലക്ഷൻ y ആണെന്ന് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് ഓഫ് ബീം ഡി വൈ ബൈ ഡി എക്സ് ആയിരിക്കും. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സ്ലോപ്പ് ഓഫ് ബീം ഈസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ്. അതുപോലെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ എം ഈസ് ഈക്വൽ ടു ഇ ഐ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ, അതും നമ്മൾ പറഞ്ഞു. ഇനി ഷിയർ ഫോഴ്സ് വി ഈസ് ഈക്വൽ ടു ഡി എം ബൈ ഡി എക്സ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിസ്റ്റൻസ് ആണ് എന്ത്? ഷിയർ ഫോഴ്സ്. അതിൽ നമുക്ക് മൊമെൻറ്റിന് പകരം എന്ത് കൊടുക്കാം? ഇ ഐ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് കൊടുക്കാം. അപ്പോൾ ഷിയർ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്ത് കിട്ടും? ഷിയർ ഫോഴ്സ് വി ഈസ് ഈക്വൽ ടു ഇ ഐ ഇൻറ്റു ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ്. നെക്സ്റ്റ് ലോഡ് ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഡി വി ബൈ ഡി എക്സ്. ചേഞ്ച് ഓഫ് ഷിയർ ഫോഴ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിസ്റ്റൻസ് ആണ് ലോഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഷിയർ ഫോഴ്സിന് പകരം എന്ത് കൊടുക്കാം? ഇ ഐ ഇൻറ്റു ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ലോഡിൻ്റെ ഇക്വേഷൻ എന്ത് കിട്ടും? ലോഡ് ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഇ ഐ ഇൻറ്റു ഡി 4 വൈ ബൈ ഡി എക്സ് റേസ് ടു 4. ഇത് ഓർത്ത് വെക്കാൻ വളരെ എളുപ്പമാണ്. ഡിഫ്ലക്ഷൻ y ആണെങ്കിൽ സ്ലോപ്പ് തീറ്റ എന്ന് പറയുന്നത് ഡി വൈ ബൈ ഡി എക്സ്. അതുപോലെ മൊമെൻറ്റ് എം എന്ന് പറയുന്നത് ഡി തീറ്റ ബൈ ഡി എക്സ്. ഷിയർ ഫോഴ്സ് വി എന്ന് പറയുന്നത് ഡി എം ബൈ ഡി എക്സ്. ലോഡ് ഡബ്ല്യു എന്ന് പറയുന്നത് ഡി വി ബൈ ഡി എക്സ്. അപ്പോൾ ഇത് ആ ഒരു ഓർഡറിൽ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം പഠിക്കാൻ പറ്റും. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 4 റിലേഷൻസ് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഡിഫ്ലക്ഷൻ ഓഫ് ബീമിൽ നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിഫറെൻറ്റ് ടൈപ്പ് ബീമിലെ ഡിഫറെൻറ്റ് ലോഡിംഗ് കണ്ടീഷനിലുള്ള ഡിഫ്ലക്ഷനും സ്ലോപ്പുമാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് ഇവിടുന്ന് പഠിച്ചിരിക്കേണ്ടത് ഡിഫറെൻറ്റ് ടൈപ്പ് ബീംസിലെ മാക്സിമം ഡിഫ്ലക്ഷനും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സെക്ഷൻസിലെ സ്ലോപ്പിൻ്റെ വാല്യൂസുമാണ്. നമ്മൾ ഫൈനൽ ഇക്വേഷൻസ് മാത്രം ഓർത്ത് വെച്ചാൽ മതി. അതിൽ ഫസ്റ്റ് കേസ് സിംപ്ലി സപ്പോർട്ടഡ് ബീം ക്യാരിങ് എ പോയിൻ്റ് ലോഡ് അറ്റ് മിഡ് സ്പാൻ. സെൻറ്ററിൽ ഒരു പോയിൻ്റ് ലോഡ് ആക്ട് ചെയ്യുന്ന സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ കേസിലെ സ്ലോപ്പും ഡിഫ്ലക്ഷനും ഈ ഫിഗറിൽ ശ്രദ്ധിക്കുക. സെൻറ്ററിൽ ഒരു ഡബ്ല്യു പോയിൻ്റ് ലോഡ് ആക്ട് ചെയ്യുന്ന ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. ഈ ബീം
എൻ പോയിന്റ് എയിലും ബിയിലും സിംപ്ലി സപ്പോർട്ടഡ് ആണ്. ടോട്ടൽ ലെങ്ത് എൽ ആണ്. ഈ കേസിൽ മാക്സിമം സ്ലോപ്പ് ഉണ്ടാവുക രണ്ട് എൻ പോയിന്റിലായിരിക്കും, അതായത് എയിലും ബിയിലും. അതിൻ്റെ വാല്യൂ രണ്ടും ഈക്വൽ വാല്യൂ ആയിരിക്കും. ലോഡ് മിഡ് സ്പാനിലായതുകൊണ്ട് രണ്ടിൻ്റെയും വാല്യൂ ഈക്വൽ ആയിരിക്കും. സ്ലോപ്പിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് തീറ്റ എ ഈസ് ഈക്വൽ ടു തീറ്റ ബി ഈസ് ഈക്വൽ ടു WL²/16EI. ഇതിൽ W എന്ന് പറഞ്ഞാൽ ആക്ട് ചെയ്യുന്ന പോയിന്റ് ലോഡ്, L ബീമിൻ്റെ ലെങ്ത്ത്, E യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, I മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഇനി മാക്സിമം ഡിഫ്ലക്ഷൻ ഉണ്ടാവുക ബീമിൻ്റെ സെൻട്രൽ പോയിന്റിലായിരിക്കും. നമുക്കറിയാം മാക്സിമം ബെൻഡിങ് മൊമെന്റ് എവിടെയാണോ അവിടെയാണ് ബീം മാക്സിമം ഡിഫ്ലക്റ്റ് ചെയ്യുക. ഈ കേസിൽ മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരുന്നത് സെൻട്രൽ പോയിന്റിലായിരിക്കും. ആ ഡിഫ്ലക്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ ഈസ് ഈക്വൽ ടു WL³/48EI ആയിരിക്കും. അപ്പോൾ സ്ലോപ്പിൻ്റെ വാല്യൂ WL²/16EI, ഡിഫ്ലക്ഷൻ്റെ വാല്യൂ WL³/48EI. ഈ രണ്ട് വാല്യൂസ് നമ്മൾ ഓർത്ത് വെക്കണം. നെക്സ്റ്റ് കേസ് സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. ഈ ഫിഗർ ശ്രദ്ധിക്കുക. ഈ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സ്മോൾ W പെർ യൂണിറ്റ് ലെങ്ത് ആണ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. ഇനി എങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ടോട്ടൽ ലോഡ് ക്യാപിറ്റൽ W ഈക്വൽ ടു സ്മോൾ w ഇൻറ്റു L. ഈ കേസിൽ എൻ സപ്പോർട്ട് പോയിന്റ്സിലെ സ്ലോപ്പ് എന്ന് പറയുന്നത് തീറ്റ എ ഈസ് ഈക്വൽ ടു തീറ്റ ബി ഈസ് ഈക്വൽ ടു WL³/24EI, സ്മോൾ WL³/24EI. ഇനി അത് ടോട്ടൽ ലോഡിൻ്റെ ടേംസിലാണ് എഴുതുന്നതെങ്കിലോ ക്യാപിറ്റൽ WL²/24EI. നമുക്കറിയാം ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് എത്രയാണ്? സ്മോൾ W ഇൻറ്റു ടോട്ടൽ ലെങ്ത് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്മോൾ ഡബ്ല്യുവിനെ ടോട്ടൽ ലോഡ് ഡിവൈഡഡ് ബൈ ലെങ്ത് എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്യാപിറ്റൽ WL²/24EI എന്ന് കിട്ടും. ഏതെങ്കിലും ഒരു കേസ് ഓർത്ത് വെച്ചാൽ മതി. ഇനി ഈ കേസിലും മാക്സിമം ഡിഫ്ലക്ഷൻ എവിടെയാണ് ഉണ്ടാവുക? സെൻട്രൽ പോയിന്റിലാണ്. മാക്സിമം ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് 5 × WL⁻⁴/384EI ആയിരിക്കും. ഇനി അത് ടോട്ടൽ ലോഡിൻ്റെ ടേംസിലാണ് എഴുതുന്നതെങ്കിൽ 5 × ക്യാപിറ്റൽ WL³/384EI ആയിരിക്കും. അപ്പോൾ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ കേസിൽ എൻ പോയിന്റ്സിലെ സ്ലോപ്പ് എന്ന് പറയുന്നത് WL³/24EI ആയിരിക്കും. ഡിഫ്ലക്ഷൻ സെൻട്രലാണ് മാക്സിമം ഉണ്ടാവുക. അതിൻ്റെ വാല്യൂ 5 WL⁻⁴/384EI ആയിരിക്കും. നെക്സ്റ്റ് കേസ് കാൻഡിലിവർ ബീം വിത്ത് എ പോയിന്റ് ലോഡ് അറ്റ് ഫ്രീ എൻഡ്. ഫ്രീ എൻഡിൽ ഒരു പോയിന്റ് ലോഡുള്ള കാൻഡിലിവർ ബീമിൻ്റെ സ്ലോപ്പും ഡിഫ്ലക്ഷനും. ഈ ഫിഗർ നോക്കുക. ഇവിടെ L ലെങ്ത് ഉള്ള ഒരു കാൻഡിലിവർ ബീമിൻ്റെ എൻ പോയിന്റിൽ W പോയിന്റ് ലോഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കാൻഡിലിവർ ബീമിൻ്റെ കേസിൽ ഒരെൻഡ് ഫിക്സഡ് ആണ്. ആ ഫിക്സഡ് എൻഡിലെ സ്ലോപ്പും ഡിഫ്ലക്ഷനും 0 ആണ്. മാക്സിമം ഡിഫ്ലക്ഷനും സ്ലോപ്പും ഉണ്ടാവുക ഫ്രീ എൻഡിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ എ എന്നുള്ള ഫിക്സഡ് എൻഡിലെ സ്ലോപ്പിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. അതുപോലെ ബി ആണ് ഫ്രീ എൻഡ്. ബിയിലെ സ്ലോപ്പിൻ്റെ വാല്യൂ WL²/2EI. മാക്സിമം സ്ലോപ്പ് WL²/2EI. ഇനി അവിടെ വരുന്ന ഡിഫ്ലക്ഷൻ, ഫ്രീ എൻഡിൽ വരുന്ന ഡിഫ്ലക്ഷൻ WL³/3EI ആയിരിക്കും. ഫ്രീ എൻഡിലെ സ്ലോപ്പ് എന്ന് പറയുന്നത് WL²/2EIയും ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് WL³/3EIയും ആയിരിക്കും. ഈ രണ്ട് വാല്യൂസും ഓർത്ത് വെക്കുക. നെക്സ്റ്റ് കേസ് കാൻഡിലിവർ ബീം വിത്ത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. ഈ ഫിഗർ ശ്രദ്ധിക്കുക. ഇവിടെ L ലെങ്ത് ഉള്ള ഒരു കാൻഡിലിവർ ബീമാണ് തന്നിരിക്കുന്നത്. പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് സ്മോൾ W പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ കാൻഡിലിവറിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു ഫിക്സഡ് എൻഡിൽ സ്ലോപ്പ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഫിക്സഡ് എൻഡിൽ സ്ലോപ്പും ഡിഫ്ലക്ഷനും 0 ആയിരിക്കും. ഫ്രീ എൻഡിലാണ് മാക്സിമം സ്ലോപ്പും ഡിഫ്ലക്ഷനും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ സ്ലോപ്പ് അറ്റ് എ ഈസ് ഈക്വൽ ടു 0. ഇനി സ്ലോപ്പ് അറ്റ് ഫ്രീ എൻഡ് തീറ്റ ബി ഈസ് ഈക്വൽ ടു സ്മോൾ WL³/6EI. സ്മോൾ W എന്ന് പറയുന്നത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. ഇനി ടോട്ടൽ ലോഡിൻ്റെ ടേംസിലാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ ക്യാപിറ്റൽ WL²/6EI. അതുപോലെ ഡിഫ്ലക്ഷൻ മാക്സിമം ഉണ്ടാവുന്നത് ഫ്രീ എൻഡിലാണ്. ഫ്രീ എൻഡിലുള്ള ഡിഫ്ലക്ഷൻ സ്മോൾ WL⁻⁴/8EI. സ്മോൾ WL⁻⁴/8EI. ടോട്ടൽ ലോഡിൻ്റെ ടേംസിൽ എഴുതിയാൽ ക്യാപിറ്റൽ WL³/2EI
8EI എന്ന് എഴുതാം. അപ്പോൾ സ്ലോപ്പ് അറ്റ് ഫ്രീ എൻഡ് തീറ്റ ബി ഈസ് ഈക്വൽ ടു WL3/6EI. ഡിഫ്ലക്ഷൻ അറ്റ് ഫ്രീ എൻഡ് YB ഈസ് ഈക്വൽ ടു WL4/8EI. നെക്സ്റ്റ് കേസ് കാൻഡിലിവർ ബീം വിത്ത് ഗ്രാജ്വലി വേരിയിങ് ലോഡ്. ഒരു ഗ്രാജ്വലി വേരിയിങ് ലോഡ് അല്ലെങ്കിൽ ട്രയാങ്കുലർ ലോഡ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന കാൻഡിലിവർ ബീമിൻ്റെ സ്ലോപ്പും ഡിഫ്ലക്ഷനുമാണ് ഇനി നമ്മൾ പറയുന്നത്. ഈ കേസിൽ ഫിക്സഡ് എൻഡിൽ ആക്ട് ചെയ്യുന്ന ലോഡ് W ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഫിക്സഡ് എൻഡിൽ സ്ലോപ്പും ഡിഫ്ലക്ഷനും 0 ആയിരിക്കും. അതുകൊണ്ട് സ്ലോപ്പ് അറ്റ് A ഈസ് ഈക്വൽ ടു 0. ഇനി ഈ കേസിൽ സ്ലോപ്പ് അറ്റ് ഫ്രീ എൻഡ് തീറ്റ ബി ഈസ് ഈക്വൽ ടു WL3/24EI. സ്ലോപ്പ് അറ്റ് ഫ്രീ എൻഡ് WL3/24EI. ഡിഫ്ലക്ഷൻ അറ്റ് ഫ്രീ എൻഡ് YB ഈസ് ഈക്വൽ ടു WL4/30EI. ഇപ്പോൾ കാൻഡിലിവർ ബീം വിത്ത് ഗ്രാജ്വലി വേരിയിങ് ലോഡിൻ്റെ കേസിൽ ഫ്രീ എൻഡിലെ സ്ലോപ്പ് എന്ന് പറയുന്നത് WL3/24EI ആണ്. ഡിഫ്ലക്ഷൻ WL4/30EI ആണ്. അടുത്ത കേസ് കാൻഡിലിവർ ബീം വിത്ത് എൻഡ് മൊമെൻറ്റ്. കാൻഡിലിവർ ബീമിൻ്റെ എൻഡിൽ ഒരു മൊമെൻ്റ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ കേസിലെ സ്ലോപ്പും ഡിഫ്ലക്ഷനും. ഇവിടെ L ലെങ്ത്തുള്ള ഒരു കാൻഡിലിവർ ബീമിൻ്റെ എൻഡ് പോയിന്റിൽ M മൊമെൻ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് ഫിക്സഡ് എൻഡിൽ നമുക്ക് എന്തറിയാം, സ്ലോപ്പും ഡിഫ്ലക്ഷനും 0 ആയിരിക്കും. ഫ്രീ എൻഡിലെ സ്ലോപ്പ് എന്ന് പറയുന്നത് ML/EI ആയിരിക്കും. ML/EI. ഫ്രീ എൻഡിലെ ഡിഫ്ലക്ഷൻ ML²/2EI ആയിരിക്കും. ഡിഫ്ലക്ഷൻ അറ്റ് ഫ്രീ എൻഡ് ML²/2EI. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിക്സഡ് ബീംസിൻ്റെ കേസുകളാണ്. അതിൽ ഫസ്റ്റ് വൺ ഫിക്സഡ് ബീം ക്യാരിയിങ് പോയിന്റ് ലോഡ് അറ്റ് മിഡ് സ്പാൻ. L ലെങ്ത്തുള്ള ഒരു ഫിക്സഡ് ബീം, അതിൻ്റെ സെൻറ്ററിൽ W പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഫിക്സഡ് ബീമിൻ്റെ രണ്ട് എൻഡിലും ഫിക്സഡ് സപ്പോർട്ടുകളായതുകൊണ്ട് തന്നെ അവിടെ ഡിഫ്ലക്ഷൻ എത്രയായിരിക്കും, 0 ആയിരിക്കും. ഈ കേസിൽ മാക്സിമം ഡിഫ്ലക്ഷൻ ഉണ്ടാവുക സെൻട്രൽ പോയിന്റിലായിരിക്കും. സെൻട്രൽ പോയിന്റിൽ ഉണ്ടാകുന്ന മാക്സിമം ഡിഫ്ലക്ഷൻ്റെ വാല്യൂ WL3/192EI ആയിരിക്കും. ഡിഫ്ലക്ഷൻ YC ഈക്വൽ ടു WL3/192EI. ഇനി സെക്കൻഡ് വൺ ഫിക്സഡ് ബീം വിത്ത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. ഫിക്സഡ് ബീമിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് സ്മോൾ W പെർ യൂണിറ്റ് ലെങ്ത് ആണെങ്കിൽ ഫിക്സഡ് ബീമിൻ്റെ ഡിഫ്ലക്ഷൻ മാക്സിമം ഡിഫ്ലക്ഷൻ അറ്റ് സെൻട്രൽ പോയിന്റിലായിരിക്കും. അതിൻ്റെ വാല്യൂ YC ഈസ് ഈക്വൽ ടു WL4/384EI ആയിരിക്കും. ഡിഫ്ലക്ഷൻ അറ്റ് സെൻറ്റർ ഈസ് ഈക്വൽ ടു WL4/384EI. അപ്പോൾ ഇത്രയുമാണ് ഇമ്പോർട്ടൻറ്റ് കേസുകൾ. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത്രയും ബീം ഡിഫ്ലക്ഷൻ്റെയെങ്കിലും വാല്യൂസ് നമ്മൾ പഠിച്ചിരിക്കണം. ഈ വീഡിയോയിൽ നമ്മൾ 2 ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്തത്, പ്യുവർ ബെൻഡിങ്ങും ഡിഫ്ലക്ഷൻ ഓഫ് ബീമും. എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയയാണ് ഈ 2 ടോപ്പിക്കുകളും. അതുകൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. താങ്ക് യു.